السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. صدق الله. العلم يرفع بيوتا لا عماد لها، والجهل يهدم بيوت العز والشرف. വേദിയിലും സദസ്സിലും സോഷ്യൽ മീഡിയയിലൂടെയും എന്നെ കേൾക്കുന്നവർക്ക് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാശംസകളും വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവാഭിവാദ്യങ്ങളും നേരുന്നു. ഡിജിറ്റൽ ലോകക്രമത്തിൽ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും പ്രസക്തി എന്നതാണ് അനുവദിക്കപ്പെട്ട സമയത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം. ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ പൂർണ്ണമാക്കിയിരിക്കുന്നുവെന്ന് അറഫാ മൈതാനിൽ വെച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിരുന്നതാണ്. ഈ ആധുനിക കാലഘട്ടവുമായി നാം താരതമ്യം ചെയ്യുന്നത് എന്ന് ഓർക്കണം. ഏത് ആധുനിക കാലഘട്ടമാണ്? വിവര സാങ്കേതിക വിദ്യയുടെ, മൊബൈൽ ഫോണിന്റെ, ഇന്റർനെറ്റിന്റെ, സോഷ്യൽ മീഡിയയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനുഷ്യ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സ്വാധീനിച്ചിരിക്കുന്ന കാലഘട്ടം. വ്യാജ വാർത്തകളും അപവാദങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം പുറത്തു വരുന്നു. അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. എന്നാൽ ആ തിന്മയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ ഓരോ നന്മയും തിന്മയും രേഖപ്പെടുത്താൻ സന്നദ്ധരായ മലക്കുകൾ അവന്റെ കൂടെയുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ എഴുതി പിടിപ്പിക്കുന്നതും ഷെയർ ചെയ്യുന്നതുമായ എല്ലാം മരണാനന്തരം ചോദ്യം ചെയ്യപ്പെടുമെന്ന താക്കീതോടുകൂടി തിന്മയെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഖുർആൻ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ വീണ്ടും ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ. ഒരു അധർമ്മകാരി ഒരു വാർത്ത കൊണ്ടുവന്നാൽ കൃത്യമായി പരിശോധിക്കണം. അത് ചിലപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെയാവാം, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാവാം. കൃത്യമായി പരിശോധിക്കാതെ തീരുമാനമെടുക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ലെന്ന കർശന നിലപാട് പറയുന്നു ഖുർആൻ. ഡിജിറ്റൽ ലോകത്തിൽ ബന്ധങ്ങൾ വർദ്ധിച്ചു, പക്ഷേ ഹൃദയ ബന്ധങ്ങൾ വർദ്ധിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഹസ്സസു വലാ തജസ്സസു. നിങ്ങൾ പരസ്പരം രഹസ്യങ്ങൾ അന്വേഷിക്കരുത്, ചാരപ്പണി നടത്തരുത്. മറ്റൊരാളുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നതും സ്വകാര്യ ചിത്രങ്ങളും ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നതുമെല്ലാം അധികരിക്കുന്ന ഈ കാലത്ത് വലാ തജസ്സസു, ചാരപ്പണിയോടാണ് പ്രവാചകൻ ഭവിച്ചത്. സ്വന്തം സ്വകാര്യത പോലെ മറ്റൊരാൾ സ്വകാര്യതയെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ പുരോഗതിയുടെ കാലഘട്ടത്തിലും ഫാസിസ്റ്റുകൾ പല സംസ്ഥാനങ്ങളിലും തെരുവുകളിൽ മുസ്ലിങ്ങളെ പിടിച്ചു നിർത്തി ജയ്ശ്രീറാം വിളിപ്പിക്കുന്നു. വിളിക്കാത്തവരെ മുഖത്തടിച്ചും തലക്കടിച്ചും കൊന്നുകളയുന്നു. അത് ആ വിശ്വാസത്തിന്റെ വൈകല്യമായി ജനം വിലയിരുത്തുമെന്ന് പോലും ചിന്തിക്കാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മത സ്വാതന്ത്ര്യത്തിനും മേലെ പെട്ടെന്ന് കയറ്റം നടത്തുമ്പോൾ ഖുർആൻ എന്താണ് നമ്മോട് പറഞ്ഞത്? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല കേട്ടോ. ഒരാളെയും നിർബന്ധിക്കാൻ പോയിട്ട് വാഗ്ദാനങ്ങൾ നൽകി പോലും ഇസ്ലാമിൽ ആളെ കൂട്ടേണ്ടതില്ലാന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. എക്കാലത്തും ഇസ്ലാമിന് മേൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ആക്രമണങ്ങൾ നേരിടാൻ രഹസ്യമായോ പരസ്യമായോ ആഹ്വാനം ചെയ്തില്ല. രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കാനും ആഹ്വാനം ചെയ്തില്ല. മറിച്ച് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. മുസ്ലിമായതിന്റെ പേരിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ, രാജ്യത്തിന്റെ തെരുവീതികളിൽ ഈ സമുദായം ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ, അവരുടെ ഭവനങ്ങൾ അടിച്ചു തകർക്കുമ്പോൾ, ആരാധനാലയങ്ങളിൽ ശിവലിംഗം തപ്പി നടക്കുമ്പോൾ, അല്ലാഹുവേ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഞങ്ങൾ ഇസ്സത്ത് നൽകണം. ഇത്തരം ശത്രുക്കൾക്ക് നീ ദില്ലത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന മുഴുവൻ മുസ്ലിങ്ങളെയും ആണെന്ന് വാദിക്കുന്ന സെക്യുലർ വാദികളും വേദിസ്റ്റുകളും സർവമാന മുസ്ലിം വിരോധികളും
സോഷ്യൽ മീഡിയയിലൂടെ കളവുകൾ പടച്ചു വിടുമ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് മുന്നിൽ പ്രവാചക ചരിത്രമാണ് ആവർത്തിക്കാനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും വളർന്നതും ഭരണം നടത്തിയതുമെല്ലാം അമുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ജനതയിലാണ്. അമുസ്ലിങ്ങളുമായി വ്യാപാരം നടത്തിയ പ്രവാചകനാണ്. രോഗിയെ സന്ദർശിച്ച പ്രവാചകനാണ്. മരണപ്പെട്ട മയ്യിത്തിനോട് പോലും എഴുന്നേറ്റ് നിന്ന് ആദരവ് കാണിച്ച പ്രവാചകനാണ്. മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും നിരന്തരം പീഡിപ്പിക്കുകയും മക്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷം മക്ക കീഴടക്കിക്കൊണ്ട് പ്രവാചകരും അനുയായികളും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതാണ് മക്ക ഫതഹ്. ആ സമയം മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഏത് പ്രതികാര നടപടിയും സ്വീകരിക്കാൻ അശക്തരായി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ നൊമ്പരം മനസ്സിലാക്കിയ പ്രവാചകൻ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരെ പ്രതികാര നടപടിയില്ല. സ്വതന്ത്രരായി നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുകയും തുല്യതയില്ലാത്ത വിധം കരുണ കാണിച്ച പ്രവാചകനെയാണ് നാം ചരിത്രത്തിൽ കാണുന്നതെങ്കിൽ ആ പ്രവാചകനെ അറിയാത്തവരല്ലല്ലോ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ. അതിനാൽ ആ പ്രാർത്ഥനയിൽ ഒരുവിധ ദുരുദ്ദേശവുമില്ല എന്നെ കേൾക്കുന്ന സത്യാന്വേഷികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഡിജിറ്റൽ ലോകത്തിൽ ഒറ്റപ്പെടലിന്റെയോ മാനസിക സംഘർഷത്തിന്റെയോ പുതിയ കാല കണക്കുകൾ നമ്മെ ഞെട്ടിക്കുന്നു. ഇവിടെയാണ് ഖുർആനിന്റെ വചനം ശ്രദ്ധേയമാവുന്നത്. ഞാൻ നിനക്ക് വളരെ അടുത്തവനാണെന്ന ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് നമ്മെ ചേർത്ത് പിടിക്കുന്ന ഖുർആൻ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറയുന്നു. പ്രാർത്ഥന എന്നത് വെറും ഒരു മതാചാരം മാത്രമല്ല, അത് വിശ്വാസിയുടെ ആത്മീയ ആശ്രയമാണ്. അത് ഹൃദയത്തിന് സമാധാനം നൽകുന്നു, ജീവിതത്തിന് ദിശ നൽകുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിലും ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ ഇത്രമേൽ നന്മയെ വഴിനടത്തുന്നു എന്ന പഠന വിധേയമാക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. പ്രാർത്ഥനയ്ക്കൊപ്പം പ്രവർത്തനവും അറിവിനൊപ്പം തിരിച്ചറിവുണ്ടാവട്ടെ. ആരും ആരെയും ആക്രമിക്കാത്ത സൗഹൃദത്തിന്റെ നാളെയുണ്ടാവട്ടെ. ആർക്കും ആരെയും കേൾക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ആജിലു വആജിലു എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.